Hi, hello, namaskaram. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫേസ് വാഷ് പൗഡറുമായിട്ടാണ്. അപ്പോൾ ഇത് സ്ഥിരമായി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മുഖത്തെ പാടുകളെല്ലാം മാറിയിട്ട് നല്ല ക്ലിയർ സ്കിൻ കിട്ടാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓളാക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ പേര് മസൂർ ദാൽ എന്നാണ്. ഇത് സാധാരണ ഒട്ടുമിക്ക കടകളിലും എല്ലാം കിട്ടുന്നതാണ് മസൂർ ദാൽ. ഇതുകൊണ്ട് ഞാൻ നേരത്തെയും 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ടൊരു ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ മറ്റൊരു പൗഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഒന്ന് കഴുകി ഉണക്കി നല്ലതായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി എടുത്താൽ മതി. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചു കൊടുക്കാം. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിയണം. ഒട്ടും തന്നെ തരിയില്ലാത്ത പൗഡറായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഇതിനെ ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. കാരണം ഇതൊരു ഫേസ് വാഷ് പൗഡറായിട്ട് എടുക്കാറുള്ളതാണ്, അല്ലെങ്കിൽ ഒരു പാക്കായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല സ്മൂത്ത് ആയിട്ടുള്ള പൗഡറായിരിക്കണം. അപ്പം നമ്മൾക്ക് ഏറ്റവും ചെറിയ അരിപ്പയിലൂടെ തന്നെ ഇതിനെ കുറേശ്ശെ ഇട്ട് നന്നായിട്ടൊന്ന് പൗഡറാക്കി അരിച്ച് എടുക്കാം. ഇനി അരിച്ചെടുത്തതിന് ശേഷം ചെറിയ ഇതുപോലെയുള്ള പൊടി കിട്ടും എന്നും പറഞ്ഞ് അതും ഒരുപാട് കട്ടിയുള്ള പൊടിയല്ല, വളരെ സ്മൂത്തായിട്ടുള്ള പൊടി തന്നെയാണ്. അതിനെയും നമുക്ക് ഒരു സ്ക്രബ്ബറായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഈ സ്ക്രബ്ബർ ഡെയിലി ഉപയോഗിക്കാനുള്ളതല്ല, കുറച്ച് തരിയുള്ള സ്ക്രബ്ബർ ആയതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ആഴ്ചയിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം മാത്രം ഉപയോഗിച്ചാൽ മതി. മസൂർ ദാലിൻ്റെ പൗഡർ അരിച്ചു വെച്ചിട്ടുള്ള ആ തരി ആയിട്ടുള്ള അതിനകത്തേക്ക് ഞാൻ 2 സ്പൂൺ അളവിലുള്ള അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി നല്ല സ്മൂത്തായിട്ടുള്ള നമ്മൾ അപ്പത്തിന് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന സ്മൂത്തായിട്ടുള്ള അരിപ്പൊടി ആയിരിക്കണം ചേർത്ത് കൊടുക്കേണ്ടുന്നത്. ആദ്യം 1 സ്പൂൺ ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം രണ്ടാമത് 1 സ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ആദ്യം നമ്മൾ അരിച്ചെടുത്ത തരി ഒരു 4-5 സ്പൂണോളം ഉണ്ട്. അതിനകത്തേക്കാണ് 2 സ്പൂൺ സ്മൂത്തായിട്ടുള്ള അരിപ്പൊടി കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് സ്ക്രബ് ചെയ്യേണ്ടുമ്പോൾ മാത്രം ഒരാഴ്ചയിൽ 2 പ്രാവശ്യം നമുക്ക് ഇത് ഒരല്പം വെള്ളമായിട്ടോ അല്ലെങ്കിൽ പാലിലോ മിക്സ് ചെയ്തതിന് ശേഷം സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് മുഖക്കുരു മാറുന്നതിനും മുഖക്കുരു വന്നിട്ടുള്ള പാടുകൾ മാറുന്നതിനും അതുപോലെ ചുണ്ടിന് ചുറ്റും അല്ലെങ്കിൽ മൂക്കിൻ്റെ സൈഡിലൊക്കെയുള്ള കറുത്ത പാടുകളെല്ലാം മാറുന്നതിനെല്ലാം നല്ലതാണ് ഈ ഒരു സ്ക്രബ്ബർ. നമുക്ക് ബോട്ടിലിൽ അടച്ച് പാക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ സ്മൂത്തായിട്ടുള്ള പൗഡർ കൊണ്ട് ഡെയിലി ഫേസ് വാഷ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ അളവിലുള്ള ആട്ടയാണ്. അതായത് നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അതേ സെയിം ആട്ട 2 ടേബിൾ സ്പൂൺ അളവിൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ശേഷം ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടിയാണ്. ഇത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. കസ്തൂരി മഞ്ഞൾപ്പൊടി കിട്ടാത്തവർക്കാണെങ്കിൽ നമ്മൾ സാധാരണ മഞ്ഞൾപ്പൊടി ചേർത്താലും മതിയാവും. കിട്ടുമെന്നുണ്ടെങ്കിൽ കഴിവതും കസ്തൂരി മഞ്ഞൾപ്പൊടി തന്നെ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ ആട്ടപ്പൊടി, അതുപോലെ മസൂർ ദാലിൻ്റെ പൗഡർ ഒരു 4 ടേബിൾ സ്പൂൺ, ആട്ട 2 ടേബിൾ സ്പൂൺ, അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിന് ചൂടൊന്നും, ആ മിക്സി പൊടിച്ചെടുത്തതിന് ഒരു ചെറിയ ചൂട് കാണും, ചൂടൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഒരു ബോട്ടിലടച്ച് പാക്ക് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് എപ്പം മുഖം കഴുകണമെന്ന് തോന്നുന്നു ഫേസ് വാഷുകളെല്ലാം ഉപേക്ഷിച്ചിട്ട് മുഖം കഴുകുന്നതിനായിട്ട് ഇത് ഒരു അല്പം എടുത്ത് സ്പൂണിൽ ഒരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ കൈവെള്ളയിലേക്കോ ഇട്ടതിന് ശേഷം ഒരു തുള്ളി പാലുണ്ടെന്നുണ്ടെങ്കിൽ പാല് ചേർത്ത് അല്ലെങ്കിൽ വെള്ളം ചേർത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരിത്ര മാത്രം മതിയാകും, ഇതിലും താഴെ മതിയാവും ഒരു നേരം മുഖം കഴുകാനായിട്ട്. അതിനുശേഷം മുഖത്ത് അപ്ലൈ ചെയ്യുക, കഴുത്തിലും അപ്ലൈ ചെയ്യുക. സാധാരണ നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്ന പോലെ നന്നായിട്ടൊന്ന് ചെറിയൊരു പത പോലെ വരും ഇതിന്. അതിനുശേഷം സാധാരണ ഫേസ് വാഷ് ചെയ്യുന്ന പോലെ കഴുകിക്കളയാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു സ്ക്രബ്ബറും കണ്ടു, അതുപോലെ തന്നെ ഒരു ഫേസ് വാഷ് പൗഡറും കണ്ടു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഓരോ സബ്സ്ക്രിപ്ഷനും എനിക്ക് കിട്ടുന്ന ഒരു പ്രോത്സാഹനമാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും.
Thank you for watching and supporting.